വേറൊന്നുണ്ട്, കുറച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കൊയ്ന്ത് എന്ന സാധനങ്ങളാ. അന്ന് നമ്മൾ പാലത്തിന് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴാണ് ഓൻ അന്ന് ഇവിടെ കച്ചവടം താക്കാൻ വേണ്ടി നോക്കിയത്. കുറച്ച് ആൾക്കാർ ഇവിടെ അങ്ങനെ ഉണ്ട്, നാട് നന്നാ നോക്കി. ഇങ്ങളാണെങ്കിൽ ഒന്നും തിന്നൂല്ല, തീറ്റിച്ചില്ല, പുല്ലുകുട്ടിന്റെ പട്ടിന്റെ മാതിരിയാ കമ്മ്യൂണിസ്റ്റുകാരെന്ന് എനിക്ക് നന്നായി അറിയാം. ഇവിടെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. നിങ്ങൾ ഞങ്ങളൊപ്പം നിന്നോടി. നിങ്ങളെ ആ പാർട്ടിയിൽ നിങ്ങൾക്ക് ഒരു നേട്ടങ്ങളും കിട്ടൂല. നിങ്ങളെ നേതാക്കന്മാർ ഇപ്പോൾ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങളെ പാർട്ടി പോകുന്നത്. അത് നിങ്ങളെ പാർട്ടിന്റെ അധപ്പതനാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് ഇതര സമുദായങ്ങളുടെ താല്പര്യങ്ങൾക്കും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 32 സീറ്റ് നേടി മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യം മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാതെ അധികാരത്തിൽ വന്നത്. മതേതര സ്വഭാവമല്ലേ അതിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആക്കി ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടു. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആഫീസ് ഏതായാലും ചെറുപ്പാലത്ത് ഒരുപാട് പ്രയാസപ്പെട്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിച്ച മഹാന്മാരായ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ചെറുപ്പാലത്തിന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നത് ഞാൻ ഏറനാടിന്റെ കന്നി MLA ആയപ്പോൾ ഒരു പാലം തന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഉഷാറ് ജീവൻ വെച്ചത്. അറിയങ്ങള് 4 ഭാഗം എന്തേ ഒരു തോടല്ലേ നിങ്ങളിങ്ങനെ പറയണോ, ഒരു തോടേനി അവിടെ ഒരു ചെറുപ്പാലം ഉണ്ട്. ഈ ചെറുപ്പാലം എന്ന് പറയുള്ളൂ, അവിടെ ഒരു പാലം വന്നപ്പോൾ അതൊരു ചെറുപ്പാലമായിരുന്നു. അറിയങ്ങള് അങ്ങനെയാണ് നമുക്ക് അന്ന് 6.7 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് നമുക്ക് മനോഹരമായ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പൊ ഞാൻ വരുമ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനൊരു പാലം കൂടി. ഞാൻ മുസ്ലിം ലീഗ് സമ്മേളനത്തിന് വന്ന് കുറച്ച് രാഷ്ട്രീയം പറയട്ടെ, വെറും വികസനം പറഞ്ഞിട്ട് മാത്രം നടക്കും. നമ്മളെ ഒരു പാർട്ടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് നമുക്ക് ജാതി വർഗീയതൊക്കെ പറയുന്നത് BJPയും RSS ആയിരുന്നു. ഇന്ന് അതിനേക്കാളും ഒരു മേലെ ജാതി വർഗീയതയും പറയുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരും പറയും, എന്താ പറയല്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം. ഇപ്പൊ ഏതാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തനി വർഗീയം പറയല്ലേ. മലപ്പുറത്തും കാസർഗോഡും ജയിച്ച ആൾക്കാരുടെ പേര് നോക്കാനാണ് ഒരു മന്ത്രി പറയുന്നത്. ഒരാൾ രായ്ക്കരായ്മാനും മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരക്ഷരം ഉണ്ടെന്നില്ല. AK ബാലൻ എന്ന് പറയുന്ന CPMന്റെ ഒരു മുതിർന്ന നേതാവ് വളരെ പച്ചക്ക് വർഗീയം പറയുന്ന ഒരു അവസ്ഥ. ഞാൻ എൻ്റെ പ്രസംഗം കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കട്ടെ, നിങ്ങൾ എവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആദ്യം പറയും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മിനിയാന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ഷാജി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ഒരു വാക്കുമേൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്തപ്പോൾ കുഞ്ഞാലി സാഹിബ് എണ്ണീറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളുകളാണ്. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മുസ്ലിം സമുദായത്തിലെ തീവ്ര സംഘടനകളെ കൂട്ടുപിടിച്ച് അതിന്റെ നേതാക്കന്മാർക്ക് അവർ കൊട ചൂടിക്കൊടുത്തത് നിങ്ങളാണെന്ന് പറയുമ്പോൾ ഒന്നും മുട്ടിയില്ല. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ നിങ്ങൾ അത് നന്നായി. എവിടെ മുമ്പ് നിങ്ങൾക്ക് അറിയില്ല, ബഷീറാക്ക ET ബഷീർ സാഹിബ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പ്രസംഗിക്കുമ്പോൾ VS അച്യുതാനന്ദനെ കണ്ടിട്ട് എണീക്കാത്ത പിണറായി ആരെ കണ്ടപ്പോഴും എണീറ്റിനെ നമുക്കറിയില്ലേ. അങ്ങനെ ലീഗിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി കൂട്ടുകൂടിയ കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മളൊരാള് പറഞ്ഞപ്പം അതാണ് അതിന് തന്നെ സാധിക്കാൻ ഞങ്ങൾ പറഞ്ഞു. മതം എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മതത്തിന്റെ കാര്യം പറഞ്ഞത്, അല്ലാതെ അത് രാഷ്ട്രീയമായിട്ട് കൂട്ടിവെക്കേണ്ട യാതൊരു ആവശ്യമില്ലാതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരോടും മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മളോട് വലിയ സ്നേഹമൊന്നുമില്ല. അവർക്ക് ഈ അധികാരം നിലനിർത്താൻ വേണ്ടി BJP ആയിട്ടും RSS ആയിട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമുക്ക് മുസ്ലിം ന്യൂനപക്ഷത്തിനും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ആശയമായിട്ടുള്ള ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ എത്രയുള്ള മതേതരവാദികളായ നേതാക്കന്മാരാരുള്ളത്. അപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടി വെക്കാൻ പറ്റും? ഇവിടെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഷഹീർ പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ നമുക്ക് ഗുണത്തിനല്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഐക്യ ജനാധിപത്യത്തിന് അധികാരത്തിലേക്ക് വരും. ആ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുറുക്കുവഴികളാണ് BJPയും RSSുമായി ഒരു രഹസ്യമാണ്ഡവം ഉണ്ടാക്കി BJPക്ക് 3-4 സീറ്റ് കേരളത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ആരുണ്ടാക്കുന്നത്? CPM ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കണം.
കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായോ? എന്ത് പറഞ്ഞാലും മലപ്പുറം ജില്ലയ്ക്ക് ഇങ്ങനെ മലപ്പുറം ജില്ല ഇങ്ങനെ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ആ ഭാഗത്തുണ്ടായ വികസനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മളത് വിലയിരുത്തണം. ഈ ഭാഗത്തുണ്ടായത് ക്ഷേമ പ്രവർത്തനം നിങ്ങളറിയാം. മഞ്ചേരിയിൽ ഒരു ജനറൽ ആശുപത്രി ഉണ്ടായിരുന്നു. കേരളത്തിൽ എല്ലായിടത്തും മെഡിക്കൽ കോളേജ് കൊടുത്തു. മഞ്ചേരി ജനറൽ ആശുപത്രിയാണ് ആ മെഡിക്കൽ കോളേജ് ആക്കി. 505 തസ്തികകൾ. 505 തസ്തികകൾ എന്ന് പറയുമ്പോൾ 84 ഡോക്ടർമാരുണ്ടായിരുന്നു, നേഴ്സുമാരുണ്ടായിരുന്നു. ആ പോസ്റ്റ് പോയി. നമുക്ക് ജനറൽ ആശുപത്രി ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു. നമുക്ക് 10 കൊല്ലമായിട്ട് ജനറൽ ആശുപത്രി ഉണ്ടോ? നിങ്ങൾ ഗൗരവമാരും വേണം. സാധാരണക്കാരന് ഒരു ജനറൽ ആശുപത്രി ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു മെഡിക്കൽ കോളേജ് വെക്കാം. അങ്ങനെയാണ് മറ്റുള്ളവർക്കൊക്കെ. ഇവിടെ തന്നോ? ഇല്ല. അത് മാത്രമാണ് ഈ അടുത്ത കാലത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാര് നമുക്കറിയാലോ. ഹാർട്ടിന്റെ ഡോക്ടർ, അതുപോലെ തന്നെ ലിവർ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, കിഡ്നി സംബന്ധമായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. അങ്ങനെ കേരളത്തിൽ 214 ആൾക്കാരെ കൊടുത്തു. എത്ര മലപ്പുറം ജില്ലക്ക് എന്താ? 42 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലക്ക് 4 ഡോക്ടർമാരാണ്. 4 ഡോക്ടർമാരെ പോസ്റ്റാണ്. ഇവരെ എവിടേക്കാ കാണിക്കണേ? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി, ഐക്യ ജനാധിപത്യ മുന്നണി എന്നാൽ ഇതിനൊക്കെ പകരം വീട്ടിക്കൊണ്ട് മലപ്പുറം ജില്ലയെ എല്ലാ രംഗത്തും ഉന്നതിയിലെത്തിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഏത് കാര്യത്തിൽ എല്ലാ വികസനം, റോഡിന്റെ വികസനം നടക്കുന്നുണ്ടോ? പാലങ്ങൾ നടക്കുന്നുണ്ടോ? വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? കോളേജുകളിൽ കോഴ്സ് കൊടുക്കുന്നുണ്ടോ? എവിടെയുള്ളത്? നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലാണ്. ഗവൺമെന്റ് കോളേജുകൾ കൊടുത്തു, എയ്ഡഡ് കോളേജുകൾ വന്നു. അവിടെയൊക്കെ കോഴ്സ് കൊടുക്കുന്നുണ്ടോ? അവിടെ കോഴ്സ് കൊടുക്കുമ്പോഴല്ലേ സാധാരണക്കാരൻ്റെ മക്കൾക്ക് അവിടെ പഠിക്കാൻ പറ്റുള്ളൂ, ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുള്ളൂ. ഇന്നെന്താണ് നമുക്ക് എല്ലാത്തിനും ഫീസ് കൊടുക്കണം? അങ്ങനെ സ്ഥാപനങ്ങൾ നമ്മുടെ ഭാഗങ്ങളുണ്ടോ എന്ന് നോക്കണം. കാർഷിക മേഖലയിലാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റു മേഖലയിലാണെങ്കിൽ, ജലസേചന മേഖല ഞാൻ നോക്കട്ടെ. ഇപ്പൊ നിങ്ങളിങ്ങനെ പറയണ്ടല്ലോ, ഇവിടെ ഒരു നബാർഡിന് അല്ലെങ്കിൽ ഒരു പാലം വേണം, ഇതൊക്കെ വേണം. ഒരു കാര്യം കൂടെ അതിന് കൂടുതൽ ഇങ്ങോട്ട് നിങ്ങൾക്ക് പറയാണ്ട് എല്ലാം കിട്ടണമെങ്കിൽ മുതൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാണിക്കുന്ന നിന്ന് കൊടുക്കാതെ ഗവൺമെന്റ് ഫണ്ട് ഒരു പാലത്തിനും കിട്ടില്ല, ഒന്നിനും കിട്ടില്ല. അതിന്റെ ചെറുപ്പാച്ചരോട് പറയും ഞാൻ ആദ്യം ആഗ്രഹിക്കാറ്. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞുമൈജീൻ ഈ മൊറാജി ഒക്കെ കൂടി വന്നിട്ട് ഇവിടെ ഒരു ഇതിന് വന്നില്ലേ? എല്ലാം ഇത് മറ്റേ റെഗുലേറ്ററേ മറ്റേ ഒരു അവിടെ എന്താ മൊറാജി ഉണ്ടാക്കണേ? ഞാനവിടെ കൊടുത്തു. പിന്നെ സ്ഥലം നിങ്ങൾ തരൂല. ആനപ്പുറത്ത് കയറും വേണം, ആരും കാണും ചെയ്യുന്ന ഏർപ്പാട് നടക്കില്ല. നാട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ പാലും പേരും എല്ലാം വരും, റെഗുലേറ്ററും വരും, നവാർഡിനൊക്കെ വരും. സ്ഥലമാണ് കൊടുക്കും. മുതലും കണ്ടിട്ടായി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തരും, ഒന്നും നടക്കില്ല. അങ്ങനെ എന്തെങ്കിലൊന്നും മുറ്റാത്ത 4 കൈജകൾ അടിച്ചേണ്ട മക്കളെ ചേരാട്ട കൂടെ മാതിരികൾ നിൽക്കുക. എങ്ങനെകളിൽ വന്നാണ് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയും എന്തെങ്കിലും പറയുന്നു പറഞ്ഞു എന്തേ അവിടെ മറ്റേ അസ്കർ സേഫുന അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ എന്നോട് നമുക്ക് അപ്പുറത്ത് കൂടെ പോയിട്ട് നബാർഡ് സ്കീമിൽ കൂടെ വേണമെന്നുണ്ട്. നിങ്ങളെന്താ സ്ഥലം കൊടുക്കാത്തത്? നിങ്ങൾ സ്ഥലം കൊടുക്കുമ്പോഴേ നബാർഡ് സ്കീമിൽ ഒരു പദ്ധതിക്ക് 6 കൊടുക്കണം. ഒരു കാര്യം പറയാം, PK ബഷീറിന്റെ ഒരു ലൈനുണ്ട്, നിങ്ങൾക്കറിയാലോ. പറഞ്ഞാൽ നടക്കണം, വാക്ക് നടക്കണം. ആൾക്കാർ സ്ഥലം അടുത്തിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആ പദ്ധതിയെ പറ്റി ആലോചിക്കാം. നിങ്ങൾ സ്ഥലം തരാതെ നമ്മൾ ഫണ്ട് കൊടുത്ത് കണ്ടിട്ടാണ് ആ ഫണ്ട് ലാപ്സായി പോയേ, അതിന്റെ ക്ഷീണം നമുക്കാണ്. ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അത് വേണം. അപ്പൊ ഞാനീ പറയണത് വെച്ചാൽ അപ്പുറത്ത് ഇനി ഒരു പുതിയ ഒരു ഇത് കൂടി വരണമെങ്കിൽ, ഒരു വികസനം വരണമെങ്കിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കണം. അതിന് ആൾക്കാർ കുറെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. നിങ്ങളൊക്കെ കീശ്ശേരി അങ്ങാടി വീതി കൂട്ടി, അരീക്കോട് അങ്ങാടി വീതി കൂട്ടി, 2 മീറ്റർ അങ്ങാടിയിൽ എല്ലാവരും 1.5 മീറ്റർ സ്ഥലം തന്നു സൗജന്യമായിട്ട്. 10 സ്ഥലം തരില്ലാന്ന് എല്ലാവരും തന്നു 2 മീറ്റർ, ഇടവണ്ണി തന്നു 2 മീറ്റർ. അപ്പൊ കുറച്ചൊക്കെ അവനാണ് ഞാൻ ചെയ്യട്ടെ. ഒരു റോഡ് ഉണ്ടാക്കിയത്, ഒരു പാലുണ്ടാക്കിയത് ആർക്കും ഉപകാരം? ആ സ്ഥലത്തിന്റെ ആൾക്കാർക്കൊക്കെ തന്നെയാണ്. അപ്പൊ അതിന് മനസ്സിലാക്കണം. അപ്പൊ അതിന് നാട്ടുകാരുടെ ഒക്കെ എല്ലാവരുടെയും സാധനം. ഇനി ഞാനത് പറഞ്ഞു തരണമെങ്കിൽ ഇന്നോട് കുഞ്ഞിത്തട്ടാൻ നിൽക്കണ്ട. ഞാനാ എല്ലാ കാര്യമാണ് പറഞ്ഞോളൂ. അവനാണ് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ. ഒന്നാമതൊരു ഉൾപ്രദേശം കുഞ്ഞുവൈദ്യ കിടക്കുന്ന മോദക്ക് ഇങ്ങനെ നോക്കണുണ്ടോ? അല്ല, അവര് ഉൾപ്രദേശമാണ്. കാര്യം നടക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം വേണം, സ്ഥലം ഉടമകളുടെ സഹകരണം വേണം, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സഹകരണം വേണം, സന്നദ്ധ സംഘടനകളുടെ സഹകരണം വേണം, ചെറുപ്പക്കാരുടെ സഹകരണം വേണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് MLAക്ക് ഒരു ആവേശം ഉണ്ടാവുക. അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അത് വളരെ ക്ലിയർ ആയിട്ട് പറയണമെന്ന് വെച്ചാൽ വെറുതെ പിന്നെ ഞാൻ വരുമ്പോൾ അത് തന്നില്ലല്ലോ, അന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് മൊറാജി ഞാൻ നമുക്ക് വല്ലാതെ മെനക്കെടാത്തത്. മെനക്കുണ്ടെങ്കിൽ അതിൻ്റെ എഞ്ചിനീയർ അതിൻ്റെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് ആവശ്യമായ സ്ഥലം കിട്ടണമെന്നുണ്ട്. ആവശ്യമായ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നടക്കൂല. അപ്പോൾ ആ കാര്യത്തിൽ നാട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാണ്ട് പുതിയൊരു ഗവൺമെൻറ്റൊക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ആലോചിക്കുകയും ചെയ്യാം. അല്ല, ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല, പക്ഷെ എൻ്റെ അടുക്കാറ് ഞങ്ങളോടൊന്ന് പറഞ്ഞു എന്നുള്ളൂ.
അപ്പൊ നമുക്ക് വികസനവും കാര്യങ്ങളൊക്കെ നടക്കണം. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. വരാൻ പോണ തെരഞ്ഞെടുപ്പ്. പിന്നെ ഇവിടെ വേറൊന്നുണ്ട്, കുറച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കുയിന്ത് എന്ന സാധനങ്ങളാ. അന്ന് നമ്മുടെ പാലത്തിന് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴാണ് ഓൻ അന്ന് ഇവിടെ കച്ചവടം താക്കാൻ വേണ്ടി നോക്കിയത്. കുറച്ച് ആൾക്കാർ ഇവിടെ അങ്ങനെയുണ്ട്, നാട് നന്നാൻ നോക്കി. ഇങ്ങളാണെങ്കിൽ ഒന്നും തിന്നൂല്ല, തീറ്റിച്ചില്ല, പുല്ലുകുട്ടിന്റെ പട്ടിന്റെ മാതിരിയാ കമ്മ്യൂണിസ്റ്റുകാരെന്ന് എനിക്ക് നന്നായി അറിയാം. ഇവിടെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. നിങ്ങൾ ഞങ്ങളൊപ്പം നിന്നോടി. നിങ്ങളെ ആ പാർട്ടിയിൽ നിങ്ങൾക്ക് ഒരു നേട്ടങ്ങളും കിട്ടൂല. നിങ്ങളെ നേതാക്കന്മാർ ഇപ്പോൾ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങളെ പാർട്ടി പോകുന്നത്. അത് നിങ്ങളെ പാർട്ടിന്റെ അധപ്പതനാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളും. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു ഇതര സമുദായങ്ങളുടെ താല്പര്യങ്ങൾക്കും അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 32 സീറ്റ് നേടി മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യം മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാതെ അധികാരത്തിൽ വന്നത്. മതേതര സ്വഭാവമല്ലേ അതിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആക്കി ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടു. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ബാക്കി കാര്യങ്ങളൊക്കെ മറ്റന്നാൾ അസംബ്ലിയിൽ നമുക്ക് പറയാം, ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പാർട്ടിയെ എല്ലാ കാലത്തും തോളോട് ചേർത്ത് പിടിച്ച ഒരു പ്രദേശമാണ് കുഴിമണ്ണ പഞ്ചായത്ത്. ഈ ഒരു അത്ഭുതം കൂടി ഉണ്ട്. കുഴിമണ്ണ പഞ്ചായത്തിനാണ് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 18 കിട്ടിയപ്പോൾ ഇപ്രാവശ്യം അതേ ഇത് നിലനിർത്തിക്കൊണ്ട് 21 നിലനിർത്തിയ ഒരു പഞ്ചായത്താണ് കുഴിമണ്ണ പഞ്ചായത്ത്. ഒരു മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രമാണ് നമുക്ക് കുഴിമണ്ണ പഞ്ചായത്ത് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെ നിങ്ങളെല്ലാവരും ഭാഗവാക്കായി വിളിച്ചു. നിങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചൊക്കെ എല്ലാ അർത്ഥത്തിലും എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താം, ക്ഷേമ പ്രവർത്തനം നടത്താം. അതിന് പാർട്ടി വളരണം. ഈ എല്ലാ പ്രവർത്തനം നടത്തുമ്പോൾ പാർട്ടി ജനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഉണ്ടായ പ്രദേശത്ത് ഒരുപാട് പാർട്ടി ഇന്ന് വളരെ ശക്തമായി. ഇന്ന് ഈ ഓഫീസിനോട് ഉദ്ഘാടനം നടക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ സഹോദരിമാരൊക്കെ ഇവിടെ വളരെയധികം നന്നായി പങ്കെടുക്കുന്നത്. അതൊക്കെ എന്താ, പാർട്ടിയിൽ അവർക്കുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ മുസ്ലിം ലീഗ് ഓഫീസ് എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു അഭയ കേന്ദ്രമാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാണ്. വികസനം മാത്രമല്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ. ഒരാൾക്കൊരു പ്രയാസം വന്നാൽ അവർക്ക് ഒരു കാവലായി നിൽക്കാൻ ഒക്കെ ഒരു പാർട്ടി വേണം. ആ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിനാണ് ഇവിടെ എല്ലാവർക്കും സമീപിക്കാനുള്ള ഒരു ഓഫീസ്. വളരെ മനോഹരമായി ഇന്നിവിടെ ചെറുപ്പാലത്ത് ബഹുമാനമായ നമ്മുടെ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ സമാദരണീയ അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് മുനവ്വർ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഓഫീസ് എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്കും സമൂഹത്തിനും സമുദായത്തിനും നാടിനും ഉപകാരപ്രദമായ ഒരു ഓഫീസായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഗംഭീരമാക്കിയ നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു ബഷീർക്ക. നമ്മുടെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഗ്രാമീണ പ്രദേശമായിട്ടുള്ള ചെറുപ്പാലത്തിന് നിരവധി വികസന പ്രവർത്തനങ്ങൾ നൽകാൻ മുന്നിൽ നിന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ MLA, അദ്ദേഹത്തിന് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രത്യേകം നന്ദി.